പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ടെറസിൽ വെച്ചിരിക്കുന്ന ഒരു ഡ്രമ്മിലെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം ഒരുമിച്ച് മൊട്ട് വന്നിരിക്കുകയാണ്. മൊട്ട് വലിയ വലിയ മൊട്ട്, നാളത്തേക്ക് അത് പൂവാകാനായിട്ടുള്ള മൊട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാനും, പിന്നെ മഴക്കാലമാണല്ലോ, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മഴ പെയ്യുമ്പോഴത്തേക്കും അത് പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ മഴയുണ്ടെങ്കിൽ അത് ഒന്നീ ഫ്രൂട്ട് ചെറുതാവാൻ സാധ്യതയുണ്ട്. പരാഗണം നേരെ നടക്കാതെ അത് ഫ്രൂട്ട് ചെറുതാവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഫ്രൂട്ട് ഉണ്ടാവാതെ ആ പൂ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് തന്നെ പോകണം കേട്ടോ. ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ്. എന്താ, ഇതൊക്കെ നാളെ പൂക്കാനായിട്ട് നിൽക്കുന്നതാണ്. നാളെ പൂ വിരിയും ഇതിൻ്റെയൊക്കെ. പിന്നെ ഇതിൻ്റെ തൊട്ട് മേഘകളിൽ നിൽപ്പുണ്ട്. അത് നാളെ പൂ വിരിയുമെന്ന് എനിക്ക് അറിയില്ല. അതത്ര വലുതായിട്ടില്ല. ചിലപ്പോൾ ഇതൊക്കെ പൂ വിരിയാനുള്ളതാണ് നാളെ. പിന്നെ നമ്മുടെ അപ്പുറം സൈഡിൽ ഈ തൊട്ടടുത്ത് നിൽക്കുന്നതിലും ഉണ്ട് കേട്ടോ. തൊട്ടടുത്ത് നിൽക്കുന്ന ഡ്രമ്മിൽ വെച്ചേക്കുന്നതിലും ഉണ്ട്. ഇതൊക്കെ നാളെ പൂ വിരിയാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ അപ്പുറത്താണ് അതിൻ്റെ ഒരുപാട് പൂ വരാനായിട്ട് നിൽക്കുന്നത്. ഈ സൈഡിൽ ഒരുപാടെണ്ണം നിൽപ്പുണ്ട്. ഇതെല്ലാം നാളെ പൂ വിരിയാനുള്ളതാണ്. ആദ്യ സമയങ്ങളിൽ ഈ വർഷം ആദ്യത്തിൽ ഇതിൽ കുറച്ചാണ് പിടിച്ചത്. പക്ഷേ ഇതിൽ അവസാനമായപ്പോഴത്തേക്കാണ് ഫ്രൂട്ട് ഉണ്ടാവാൻ ഉള്ള സമയം കഴിയാറായല്ലോ. നവംബർ വരെയൊക്കെ ഉള്ളൂ ഫ്രൂട്ട് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ സമയമായപ്പോഴാണ് ഇതിൽ നിറയെ പിടിച്ചു തുടങ്ങിയത്. അതിന് മുന്നേയൊക്കെ ഈ രണ്ടെണ്ണത്തിലാണ് ശരിക്കും പിടിച്ചിട്ടുള്ളത്. ഇതിലും പിടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറവായിരുന്നു. എന്നാൽ രണ്ടിനേക്കാളും കുറവായിരുന്നു ഇതിലുണ്ടായിരുന്നു. പക്ഷേ ഇത് അവസാന നിമിഷങ്ങളിൽ ഇതിലിപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് ഇപ്പോൾ ഒരു 14-15 എണ്ണത്തോളം ഈ ഒരെണ്ണത്തിന് നാളെ പൂവുണ്ടാവുന്നതാണ്. പിന്നെ പുതിയ പൂക്കളൊക്കെ മുട്ടും വന്നിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമൊന്നും വന്നിട്ടില്ല. നല്ല ഇതായിട്ട് ഫ്രഷായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേളിലൊക്കെ ആണ് മുട്ട് പുതിയതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മുകളിൽ മാത്രമല്ല, ഇവിടെയൊക്കെ തണ്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പൂവാകാനുള്ളതാണ്. ഇതിൽ 2 എണ്ണം വന്നിട്ടുണ്ട്. അങ്ങനെ ശരിക്കും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൂ വിരിയുമ്പോഴത്തേക്കും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പൂ വിരിയുന്ന സമയത്ത് ഇപ്പോൾ ഇന്നലെയൊക്കെ മഴ ഉണ്ടാകുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഇത് കാണാൻ ഇതിൽ തന്നെ. അപ്പോൾ പൂ വിരിയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇതിലൊരു കവറിട്ട് കൊടുക്കാം. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ പൂ വിരിയുന്നതിന് മുന്നേ ഒരു കവർ, കുറച്ച് വലിയ കവറായിരിക്കണം കേട്ടോ. എന്ന് വെച്ചാൽ ചെറിയ കവറൊന്നും ഇടരുത്. കുറച്ച് വലിയ കവർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂ വിരിയുകയും ചെയ്യും. അപ്പോൾ ചിലർ വിചാരിക്കും പരാഗണം എങ്ങനെ നടക്കുമെന്ന്. അതൊക്കെ നടക്കും, ഒരു കുഴപ്പമില്ല. പൂ ഇപ്പോൾ കവറിട്ടെന്നും പറഞ്ഞിട്ട് പരാഗണം നടക്കാനൊന്നും വരില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്ത് ഇപ്പോൾ നമ്മൾ കവർ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ മഴയാണെങ്കിലും പരാഗണമൊക്കെ നടക്കും. പക്ഷേ അത് വെള്ളം അതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഫ്രൂട്ട് ചെറുതാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഇതിന് മുന്നേ പിടിച്ച സമയത്ത്, ഇതിന് മുന്നത്തെ പ്രാവശ്യം പിടിച്ച സമയത്ത് മഴ ഉണ്ടായിരുന്നു. പക്ഷേ ഫ്രൂട്ട് ഉണ്ടായി. പക്ഷേ ഫ്രൂട്ട് ഒരുപാടങ്ങ് ചെറുതായിപ്പോയി. അതാണ് സംഭവിച്ചത്. അപ്പോൾ പരാഗണം നേരെ നടന്നില്ലെങ്കിൽ ഫ്രൂട്ട് ചെറുതായിപ്പോവും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ കവറിട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈ തേനീച്ചകളൊക്കെ അതിനകത്ത് പൊക്കോളും. പോയി പരാഗണം അത് തന്നെ ചെയ്തോളും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കവറിട്ട് കൊടുക്കാൻ ശ്രമിക്കുക, അല്ല വേറെ ഒന്നും നമുക്കിനി ചെയ്യാനില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ പൂ വിരിയുന്ന വീഡിയോയും കൂടെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മുടെ പൂക്കളൊക്കെ വിരിഞ്ഞിരിക്കുകയാണ്. നമ്മളെ ഈ ഒരെണ്ണത്തിൽ ഇപ്പോൾ ഒരു 10-12 കൂടുതൽ
10-15 കൂടുതൽ വിരിഞ്ഞിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കാണുന്നത് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. രണ്ടെണ്ണം ഒരുമിച്ച് പൂ വിരിഞ്ഞിരിക്കുകയാണ്. ഇതേ കണക്ക് ഇതിൻ്റെ പുറകിലുമൊക്കെ ഉണ്ട്. ഇന്നലെ കുറച്ച് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഈ കാണുന്നതൊക്കെ ഇന്നലെ വിരിഞ്ഞതാണ്. ഇതൊക്കെ ഇന്നലെ വിരിഞ്ഞതാണ്. ഇത് ഇപ്പത്തെ സൈഡിൽ വിരിഞ്ഞ് നിൽക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ കുറച്ചെണ്ണം വിരിഞ്ഞ് കഴിഞ്ഞതുണ്ട്. അതാണ് നിങ്ങൾ അപ്പുറത്ത് കാണുന്നത്. അതിലാണ് നിങ്ങൾ അപ്പുറത്ത് കാണുന്നത്. ഇതൊക്കെ ഇന്ന് വിരിഞ്ഞതാണ്. ഇതിൻ്റെ ടോപ്പിലും ഉണ്ട് ഒരെണ്ണം. ടോപ്പിലൊക്കെ തട്ടി നിൽക്കുകയാണ് കണ്ണിൽ. അപ്പം അതിനിടയ്ക്ക് ഫ്രൂട്ട് പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ. 1-2 പഴുത്ത് നിൽപ്പുണ്ട് ഇവിടെ. പഴുത്തത് ആയിട്ടില്ല. നല്ല റെഡ് കളറാവും. റെഡ് കളർ ആയതിനു ശേഷം പറിക്കണം. അന്നേരം മധുരം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മധുരം ഉണ്ടാകത്തില്ല. ഇവിടെ നിൽപ്പുണ്ട്, പൂ വന്നിട്ട് നിൽപ്പുണ്ട്. ഇതിൻ്റെ പൂ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ, ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഒരു മണമോ ഒന്നുമില്ല. പൂവിന് ഒരു മണമോ ഒന്നുമില്ല. വീണ്ടും പുതിയ മുട്ടുകൾ വന്നിട്ടുണ്ട്. മുട്ടുകൾ ഒന്നൊന്നുമല്ല, ഇതിനിടയ്ക്ക് കണ്ടിട്ട് എല്ലാം വന്നിട്ടുണ്ട്. ഇതെല്ലാം മുട്ടുകൾ വന്നു നിൽക്കുന്നതാണ്. ഇതൊക്കെ വലുതായിട്ട് ഇതേപോലെ വലിയ പൂവാവും. പക്ഷേ മഴ നമ്മളെ ചതിക്കാൻ സാധ്യതയുണ്ട്. എന്നാലും വല്ലപ്പോഴും കിട്ടുന്ന മഴയില്ലേ, നമുക്ക് മഴയെ കുറ്റം പറയാനും പറ്റില്ല. കുഴപ്പമില്ല, അത് പിടിച്ചോളും. കണ്ടോ, ഇവിടെയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട്. കണ്ടോ, ഇതൊക്കെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴേ ഇതൊക്കെ നമ്മൾ ഒന്ന് കട്ടിയെടുക്കാറ്. ഇല്ലെങ്കിൽ അതിന് മധുരം ഉണ്ടാകത്തില്ല. അത് കളറായ ഉടനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മധുരം കുറവായിരിക്കും. ഇവിടെയൊക്കെ ഒരുപാട് നിൽപ്പുണ്ട്. അകത്ത് ഞെരിഞ്ഞ് നിൽക്കുക. നമ്മൾ ഒരുപാട് തണ്ട് അകത്തുനിന്നൊക്കെ വരുന്നതുകൊണ്ട് അകത്തുനിന്ന് വന്നത് ഞെരിഞ്ഞ് നിൽക്കുകയാണ് അകത്ത്. തണ്ടൊക്കെ ഒരുപാട് അകത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പം തണ്ട് ഒരുപാട് അകത്ത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അതിന് ഇടയ്ക്ക് നിന്ന് വരുന്ന ഇത് ഇങ്ങനെ ഞെരിഞ്ഞി പോകുന്നുണ്ട്. ഇവിടെ കണ്ട, ഇവിടെയൊക്കെ ഒരുപാട് എണ്ണമാണ് അടുത്ത് പിടിക്കാനായിട്ട് മുട്ട് വന്നിരിക്കുന്നത്. കണ്ട, വന്നിരിക്കുന്ന എല്ലാം മുട്ട, അതിനിടയ്ക്ക് അതെല്ലാം ഇറങ്ങിപ്പോകും ഇടയ്ക്ക്. അതേ കണക്ക് നിൽക്കുക. അതിൽ തന്നെ 2 നിൽപ്പുണ്ട്. ഇതൊരു വെള്ളം ഇതായിട്ട് നിൽക്കുക. ഇത് കണ്ടോ ഗൈസ്, ഇത് നോക്കി, ഒരു ഒരെണ്ണത്തിൽ 2 നിൽക്കുന്നത്. ഇത് ഒന്ന് വലുതാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഒരെണ്ണം ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണം നല്ല വലുതായിട്ട് കിട്ടും, ഫ്രൂട്ട് വലുതായി കിട്ടും. അതേ കണക്ക് ഇതിൽ നോക്കിയേ, ഒരെണ്ണത്തിൽ തന്നെ 1, 2, 3, 4. അതാണെങ്കിൽ ഉള്ളിലോട്ട് ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. ഇതിപ്പോൾ എല്ലാം പിടിക്കാനുള്ളത്. ഈ മഴയില്ലെങ്കിൽ ഇതെല്ലാം കറക്റ്റായിട്ട് ഫ്രൂട്ടായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ മഴ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എത്ര എണ്ണം ഫ്രൂട്ടാവും, ഒന്നും പറയാൻ പറ്റില്ല. ഇവിടെ ഒരുപാട് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാണിക്കാനാണ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വന്നത്. ഇതെല്ലാം ഒരുമിച്ച് ഒരു പൂത്ത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണല്ലോ. അതെല്ലാം നിങ്ങളോട് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തത്. ഇവിടെയൊക്കെ ഇഷ്ടം പോലെയാണ് പൂ ഇരിക്കുന്നുണ്ട. ഇതെല്ലാം ഇന്നലെ പിടിച്ചതുണ്ട് കേട്ടോ. ഇതിൽ ഇന്നലെ പിടിച്ചതാണ് ഈ വാടി നിൽക്കുന്നതൊക്കെ. ഇതിനൊക്കെ വാടി നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞതാണ്, പൂ പിടിച്ച് പരാഗണമെല്ലാം കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ അതെല്ലാം വാടി നിൽക്കുക. ഇന്നാണ് കൂടുതൽ പിടിച്ചത്. പരാഗണമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ ഇഷ്ടംപോലെ തേനീച്ച ഉള്ള സ്ഥലമാണ്. തേനീച്ചയുണ്ട് ഇഷ്ടമില്ല. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് കാണിക്കാനാണ് ഞാനൊന്ന് ഒരു ചെറിയ വീഡിയോ ചെയ്തത്.
ഓക്കെ. പിന്നെ ഒരു കാര്യം വിട്ടുപോയി കേട്ടോ. ഞാൻ ഇതേ കണക്ക് എൻ്റെ ഇത് പൂക്കാനും ഇതണക്ക് കായ്ക്കാനും വേണ്ടി ഞാൻ കൊടുത്തൊരു വളം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഐ ബട്ടണിലും കൊടുക്കാം, എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് കണ്ടു നോക്കുമോ. ഇതേ കണക്ക് ഇത് മാത്രമല്ല, ഫ്രൂട്ട് മാത്രമല്ല, നമ്മൾ പച്ചക്കറി തൈകൾക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് വീഡിയോ കണ്ടു നോക്കുക. ഓക്കെ. അപ്പോൾ ഇത് നമ്മളെ പിന്നെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 500 ലൈക്കെങ്കിലും എത്തിക്കുക. ഇതുവരെ 500 ലൈക്കൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ആരും ലൈക്ക് ചെയ്യാറില്ല, ജസ്റ്റ് കണ്ടു പോകാറാണ് പതിവ്. അതുകൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് ഇതൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.